പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനൊന്ന് കരയുമ്പോൾ കൂടെ കരയുന്ന, ഞാനൊന്ന് തളരുമ്പോൾ എന്നെ മാറോടണയ്ക്കുന്ന നല്ലൊരു സ്നേഹിതൻ യേശുവല്ലയോ എന്ന ഈ ഗാനം സിസ്റ്റർ ടീന ജോയിലൂടെ നാം കേൾക്കുവാനിടയായി. എൻ്റെ പ്രിയ സഹോദരൻ പാസ്റ്റർ ടിജി ജോർജിൻ്റെ മകൻ നഥനയിൽ എഴുതിയ ട്യൂൺ ചെയ്ത ഗാനമാണ് ഞാനൊന്ന് കരയുമ്പോൾ എന്ന ഈ മനോഹരമായ ഗാനം. നഥനയേൽ മോൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവൻ്റെ ഉള്ളത്തിൽ ദൈവം കൊടുത്തതായ സംഗീതവും വരികളുമാണിത്. ഞാൻ ഈ പാട്ട് എപ്പോൾ കേട്ടാലും അതെൻ്റെ ഹൃദയത്തെ തൊടുകയും എൻ്റെ കണ്ണുകൾ നിറയുകയും ചെയ്യും. കാരണം നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഈ ഗാനം അങ്ങനെ ആ നിലയിൽ കേട്ടാൽ ആ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും. കാരണം നമ്മൾ കരയുമ്പോൾ ചിരിക്കുന്നവരാണ് കൂടുതലും. നമ്മൾ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ അതിൽ അസൂയ പൂണ്ട് നോക്കുന്നവരാണ് കൂടുതലും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് നമ്മുടെ ദൈവം. ഞാൻ ഒരു സംഭവം മാത്രം ഈ പാട്ടിൻ്റെ വരികളോടുള്ള ബന്ധത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി, അവനെ വെച്ചതെവിടെ എന്ന് ചോദിച്ചു. യേശു കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബമായിരുന്നു ബഥാനിയിലെ ലാസറിൻ്റെ കുടുംബം. മാർത്തയും മറിയയും ലാസറിൻ്റെ സഹോദരിമാരായിരുന്നു. ലാസർ ദീനമായി കിടന്നപ്പോൾ, രോഗം പിടിച്ചു കിടന്നപ്പോൾ മാർത്തയും മറിയയും ആളയച്ചിട്ട് യേശുവിനെ അറിയിച്ചായിരുന്നു, സഹോദരന് സുഖമില്ല, വീട് വരെ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ യേശു കർത്താവ് യഹൂദിയിലേക്ക് പോയില്ല. പോകാഞ്ഞതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നു, ഇപ്പോൾ തന്നെ യഹൂദന്മാർ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. യോഹന്നാൻ 11-ന്റെ 8-ാമത്തെ വാക്യം. അപ്പോൾ യേശു കർത്താവ് ഏറ്റവും കൂടുതൽ എതിർപ്പും പ്രതിസന്ധിയും വെല്ലുവിളിയും ഒക്കെ അനുഭവിച്ച ഒരു പട്ടണമാണത്. എന്നാൽ നമുക്കറിയാം, ലാസർ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ വാർത്ത യേശു അറിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഞാൻ ആ പട്ടണത്തിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, പോകാൻ പാടില്ല, പോയാൽ അത് വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ യേശു കർത്താവ് അവിടെ ഉറപ്പിച്ച് പറയുന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. എല്ലാവരും അവൻ അവസാനിച്ചു എന്ന് പറയുന്നെങ്കിലും അവസാനിച്ചു എന്ന് നിങ്ങൾ പറയുന്നതിനെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇത് ഇന്ന് നിങ്ങളോടുള്ള സന്ദേശമാണ്. എല്ലാം കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നതിനെ കർത്താവ് ഒരത്ഭുതമാക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനെ യേശു ഒരു വിടുതലാക്കി മാറ്റാൻ പോകുന്നു. അതെ, മരിച്ചു എന്ന് നിങ്ങൾ കരുതിയതിനെ, അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനെ എഴുന്നേൽപ്പിക്കുവാൻ, തിരിച്ചു കൊണ്ടുവരുവാൻ യേശു കർത്താവിന് കഴിയും. എന്നാൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, യേശു ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ സഹോദരിയായ മാർത്ത കർത്താവിൻ്റെ അരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരനായ ലാസർ മരിക്കത്തില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് നൽകുമെന്ന് ഞാൻ അറിയുന്നു. അപ്പം മാർത്ത ശരിക്കും യേശുവിനോട് പറയുന്നത് പുനരുത്ഥാന നാളുകളെക്കുറിച്ചാണ്. കാരണം യേശു കർത്താവ് നടത്തിയ ബൈബിൾ സ്റ്റഡിയിൽ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ, വചന പഠിപ്പിക്കലുകളിൽ കൂടുതലും പങ്കെടുത്തിട്ടുള്ള കുടുംബമാണ്. അപ്പോൾ നിത്യജീവനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചുമൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, വരാനുള്ള ആ നാളിൽ എൻ്റെ സഹോദരൻ ഉയർക്കുമെന്ന്. പക്ഷേ അവിടെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച കാര്യം, ഒത്തിരി കാര്യങ്ങൾ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിലുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞതും, അവൻ്റെ കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ എന്ന് പറഞ്ഞതും, കല്ലു നീക്കുവീനെന്ന് പറഞ്ഞതും, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞതും, ഈ ദീനം മരണത്തിനല്ല ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണെന്ന് പറഞ്ഞതും ഒക്കെ വലിയ വചനങ്ങളാണ്, അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു കാര്യം അവിടെ സംഭവിച്ചു. ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമായൊരു കാര്യം.
വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യവും ലോകത്തിലെ ഏറ്റവും വലിയ സംഭവവും, യേശു കണ്ണുനീർ വാർത്തു. യേശുവിൻ്റെ ഉള്ളം കലങ്ങി. അതെ, ഒരു സഹോദരി, ഒരു കുടുംബം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച തകർച്ചയുടെ നഷ്ടത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ച് കരയുമ്പോൾ യേശു അവരുടെ കൂടെ കരയുകയാണ്. ആ ദുഃഖത്തിൽ കർത്താവ് പങ്കുചേരുകയാണ്, പങ്കാളിയാകുകയാണ്. നമ്മൾ കേട്ട പാട്ടിൻ്റെ വരികൾ അതല്ലേ? ഞാനൊന്ന് കരയുമ്പോൾ എൻ്റെ കൂടെ കരയുന്ന, ഞാനൊന്ന് തളരുമ്പോൾ എന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന നല്ലൊരു സ്നേഹിതൻ, നല്ലൊരു നാഥൻ എനിക്കുണ്ട്. അതേ, ലാസർ യേശുവിൻ്റെ സ്നേഹിതനായിരുന്നു. യേശു ലാസറിന് ഒരു സ്നേഹിതനെ പോലെയായിരുന്നു. അബ്രഹാമിന് ദൈവം ഒരു സ്നേഹിതനായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു അബ്രഹാം. എന്തും തുറന്നു പറയാൻ, പൊട്ടിക്കരയാൻ, പൊട്ടിച്ചിരിക്കാൻ, ചേർത്ത് പിടിക്കാൻ, ഏത് വേദനയും പങ്കുവയ്ക്കാൻ നല്ലൊരു സ്നേഹിതൻ, നല്ലൊരു കർത്താവ് നമുക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഞാനൊന്ന് കരയുമ്പോൾ എൻ്റെ കൂടെ കരയുന്നവൻ. ഞാനൊന്നു കരയുമ്പോൾ